സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കൃഷ്ണമന്ത്രി നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്. നമ്മുടെ ക്ലാസ് നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പറഞ്ഞില്ലെങ്കിലാണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുവേനി. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് ഈ ലളിതാ സഹസ്രനാമ സപര്യയിലെ 50ാമത്തെ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഏകദേശം 3 ശ്ലോകം വെച്ച് നമ്മൾ ക്ലിയർ ചെയ്തു ഇന്നേ വരെ. അപ്പോ ഇന്ന് 151ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് 50ാമത്തെ ക്ലാസ്സിൽ. നമുക്ക് 151ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധുക് കാമരൂപിണി. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധുക് കാമരൂപിണി. 791 മുതൽ 796 വരെയുള്ള 6 ശ്ലോകങ്ങളാണ് ഈ 151ാമത്തെ ശ്ലോകത്തിലുള്ളത്. 6 നാമങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. 791 സത്യജ്ഞാന ആനന്ദരൂപ. ഇത് നമ്മൾ ഒരേ പ്രാവശ്യം നമ്മൾ കുറെ പ്രാവശ്യം കണ്ടതാണ്. സത്യം, ജ്ഞാനം, അനന്തം, ഇതൊക്കെ എന്താണെന്ന് വീണ്ടും നോക്കാം. സത്യമായിട്ടും ജ്ഞാനമായിട്ടും ആനന്ദമായിട്ടും. അനന്തം എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെയാണ്. അല്പത്തിന് ആനന്ദമില്ല, അല്പം അത് കഴിഞ്ഞാൽ നിൽക്കും. അനന്തമായതാണ് പരമാനന്ദം. അപ്പോ ഇവിടെ സത്യമായിട്ടും ജ്ഞാനമായിട്ടും പരമാനന്ദമായിട്ടും ഉള്ള സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സത്യജ്ഞാനാനന്ദരൂപ എന്ന് വിളിക്കുന്നു. ആ ദേവിക്ക് നമസ്കാരം. ഇനി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് എന്താണ് ഒന്നുകൂടി. ഉപനിഷത്തുകൾ പറയുന്നത് എന്താണ്? സത്യജ്ഞാനം അനന്തം ബ്രഹ്മ. ലക്ഷണമാണ് ബ്രഹ്മത്തിന്റെ. എന്ത്? സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അപ്പോ ദേവി എന്താണ് ഇവിടെ? സത്യവും ജ്ഞാനവും അനന്തമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ദേവി സത്യജ്ഞാന ആനന്ദരൂപ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ഇനി സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ 3 ത്രികാലത്തെയും എല്ലാ കാലത്തും എന്നും നിലനിൽക്കുന്ന ഒന്നിനെയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ സദാ അത് അതേപോലെ ശോഭിച്ചിരിക്കുന്നതാണ് സത്യം. ഭൂതമെന്നോ ഭാവിയെന്നോ വർത്തമാനമെന്നോ എന്നുള്ള ഒരു ഭേദവുമില്ലാതെ സദാസമയത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന തത്വമാണ് സത്യം. അപ്പോ ദേവി എന്താണ്? ദേവി ബ്രഹ്മാനന്ദ സ്വരൂപിണി തന്നെയാണ്. ദേവി ജഗത് ജനനിയാണ്. ദേവി എന്നും ഉള്ളതാണ്. ഭൂതകാലത്ത് മാത്രമേ ഉള്ളൂ, ഭാവി കാലത്ത് മാത്രമേ ഉള്ളൂ, വർത്തമാന കാലത്ത് മാത്രമേ ഉള്ളൂ, പ്രളയകാലത്ത് മാത്രമേ ഉള്ളൂ, സൃഷ്ടിസ്ഥിതിയുടെ സംഹാരകാലത്ത് മാത്രമേ ഉള്ളൂ, ഒന്നുമല്ല. എല്ലായ്പ്പോഴും ദേവി ഇതിനൊക്കെ അതീതയായിരിക്കുന്നതാണ് ദേവി സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തിന്റെ ഒരു ലക്ഷണമാണ് സത്യം. ഇനി രണ്ടാമത്തതോ
ജ്ഞാനം. ഇവിടെയും സത്യജ്ഞാന ആനന്ദ രൂപ എന്നല്ലേ പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഭൗതികമായിട്ട് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. പക്ഷേ അറിവ് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോധം അല്ലെങ്കിൽ എന്താണ്, ചൈതന്യം. ഇതാണ് ഇവിടെ. ഇതിനെ ഞാൻ പെട്ടെന്ന് വ്യക്തമാക്കി തരാം. നന്നായി പഠിച്ച് നല്ല നോളജ് ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ, ഗംഭീരമാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനം. എന്ത് ചോദിച്ചാലും എൻസൈക്ലോപീഡിയ ആണ് സയൻസിൽ, അദ്ദേഹം ഉത്തരം പറയും. പെട്ടെന്ന് അദ്ദേഹം BP ഒന്ന് കുറഞ്ഞു, ബോധം കെട്ടു. അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും ഉണ്ട്. അപ്പൊ അറിവാണ് ജ്ഞാനമെങ്കിൽ എല്ലാം അദ്ദേഹം പറയേണ്ടതാണ്. അയാളെ വിളിച്ചു ചോദിച്ചു നോക്കൂ, വാട്ട് ഈസ് യുവർ നെയിം, പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്താണ് ഇല്ലാത്തത്? അറിവുണ്ട്. പക്ഷെ എന്താണ് അവിടെ പോയത്? ചൈതന്യം പോയി, ജ്ഞാനം പോയി. അതുകൊണ്ടാണ് അൺകോൺഷ്യസ് എന്ന് പറയുക ആ അവസ്ഥയ്ക്ക്, അബോധാവസ്ഥ, അൺകോൺഷ്യസ്. അപ്പോ കോൺഷ്യസ്നെസ് ആണ് ചൈതന്യം അഥവാ ബോധം. നമ്മളിലുള്ള എല്ലാ ചൈതന്യവും എന്തിന്റെ ചൈതന്യമാണ്? ഈ പ്രകാശത്തെ കാണണമെങ്കിൽ, സൂര്യനെ കാണണമെങ്കിൽ, ചന്ദ്രനെ കാണണമെങ്കിൽ എന്ത് വേണം? ആ ചൈതന്യം ഉള്ളിൽ സ്ഫുരിക്കണം. എന്നാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അറിവ് മുഴുവൻ നമ്മൾ ശേഖരിച്ചിട്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ കേമൻ എന്ന് വിചാരിക്കുമ്പോ ഓർക്കുക, ഒരു ചെറിയ ക്ലോറോഫോം ഊതി കൊടുത്താൽ മതി, അവിടെ ബോധം കെടും. പിന്നെ അയാൾ എണീക്കില്ല. എണീക്കണമെങ്കിൽ വീണ്ടും ആ ശരീരത്തിൽ ആ ചൈതന്യം കോശങ്ങളെയൊക്കെ ഊർജ്ജസ്വലമാക്കണം, അപ്പോഴേ വരുള്ളൂ. അപ്പോ ഇതാണ് പറയുന്നത്. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ശുദ്ധബോധം എന്നാണ് അതിന് പറയുക. നമ്മളെയൊക്കെ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധത്തിനെയാണ് ശുദ്ധബോധം അഥവാ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ സത്യം ഉണ്ടായി, അതുപോലെ തന്നെ ജ്ഞാനവും ഉണ്ടായി. ഇനി എന്താണ്? അനന്തം. അനന്തം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എന്നാണ്. ലിമിറ്റ് ഇല്ല. ശുദ്ധബോധം ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ്. അനന്തമായിരിക്കണം അത്. ഇറ്റ് ഷുഡ് ബി ബിയോണ്ട് ഓൾ ലിമിറ്റ്സ്. പഞ്ചേന്ദ്രിയങ്ങൾ തരുന്നത് മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും പറ്റുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ ബന്ധായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണ് കാണാത്തവന് ഉൾക്കണ്ണ് കൊണ്ട് കാണാൻ പറ്റും. അപ്പോ ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ് അത് ഉള്ളിലിരിക്കുന്നത്, അല്ലെ? അപ്പോ ഇവിടെ ശരിക്കും അനന്തം. ഇപ്പോ നമ്മള് ഒരു ചായ കുടിക്കുന്നു, അപ്പൊ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നു, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റഡ് ആയ നേരത്തെ രസന ഇന്ദ്രിയത്തിലൂടെ നമുക്ക് സ്വാദ് കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആനന്ദം. ആ ആനന്ദം എന്താണ്? ലിമിറ്റഡ് ആണ്. ഇനി ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ കഷ്ടപ്പെട്ട് ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് ഒരു ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിക്കാൻ കരുതി. അപ്പോഴാണ് അയൽവാസി പുതിയൊരു മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചത്, നമ്മൾ അറിയുന്നില്ല. അത് നമ്മളിങ്ങനെ നോക്കുകയാണ്. ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആകെ മനസ്സിലുള്ള ചിന്ത മുഴുവൻ എന്തായിരിക്കും? അയ്യോ, അവനെ മെർസിഡീസ് വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചു? അപ്പോ അല്പമായിട്ടുള്ള ആനന്ദം പോലും ഇല്ലാത്ത അവസ്ഥയോ മനസ്സിന്റെ വ്യാപാരം, മറ്റൊരു ഇന്ദ്രിയത്തിന്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ആനന്ദങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആനന്ദമാണ് എന്ത്? പരമാനന്ദം. അതാണ് ബ്രഹ്മതത്വം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മതത്വത്തെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സദാ പ്രകാശിക്കുന്ന ആനന്ദമാണ്. ഒരു പഞ്ചേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ ഒരു ശക്തിയും, ഇവിടെയുള്ള ഒരു ഭൗതിക വസ്തുക്കളിലും ഒതുങ്ങാതെ നമ്മൾക്ക് കിട്ടുന്ന ആ ആനന്ദമാണ് പരമാനന്ദം എന്ന് പറയുന്നതാണ്. അതാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആനന്ദം. അപ്പോ സത്യം, ജ്ഞാനം, ആനന്ദം, ഇതിന്റെ മൂന്നും കൂടിക്കഴിഞ്ഞ ആകത്തുകയാണ് ബ്രഹ്മം. അതുകൊണ്ട് ദേവി സത്യജ്ഞാനാനന്ദ രൂപ ബ്രഹ്മസ്വരൂപിണി. വളരെ 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 ലളിതമാണ്. എപ്പോഴും ഇത് ഓർത്തു വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നും വലിയ കൺഫ്യൂസ്ഡ് ആവില്ല, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി അനന്തത്തിനെ ഛാന്തോഗ്യോപനിഷത്ത് എന്താണ് പറയുന്നത്? ന അൽപേ സുഖമസ്തി യത് ഭൂമ തത് സുഖം. ഇതാണ് ഛാന്തോഗ്യോപനിഷത്ത് പറയുന്നത്. ന അൽപേ സുഖമസ്തി യത് ഭൂമ തത് സുഖം എന്ന് വെച്ചാൽ എന്താണ്? ലൗകിക സുഖങ്ങൾക്കൊക്കെ അവസാനമുണ്ട്, അല്പമാണത്. ബ്രഹ്മാനന്ദമോ അനന്തമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം വാടില്ല, നടന്നു പോയാലും വാടില്ല, എന്ത് ചെയ്താലും സദാ ബ്രഹ്മമാണ്. ഇതൊരു ടെക്നിക്ക് കൂടിയാണത്രേ.
ഇപ്പോ ലൗകികകാരികളായ ആളുകൾക്ക് കൂടി എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ബ്രഹ്മം സദാ പ്രകാശിക്കുന്നതാണെന്ന് ഓർത്താൽ എന്ത് ലൗകിക വ്യാപാരങ്ങളില് മുഴുകുമ്പോഴും അതിനോട് ഒട്ടലുണ്ടാവില്ല എന്നാ പറയുന്നത്. എപ്പോഴും ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സദാ എന്താണ്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ചൈതന്യമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള സദാ ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ആനന്ദമാണ്. അപ്പോ ഇവിടെ ന അൽപേ സുഖമസ്തി യത് ഭൂമാ തത് സുഖം എന്നാണ് ഉപനിഷത്ത് വാക്യം. ലൗകിക സുഖത്തിനൊക്കെ അല്പതയുണ്ട്. ആ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ബ്രഹ്മത്തെ അറിയുന്നതാണ്. ഇങ്ങനെ ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് സത്യജ്ഞാനാനന്ദ രൂപ. അപ്പോ ഈ നാമം നമ്മൾ നന്നായി വിശദീകരിച്ചു. നന്നായി ഓർത്തിരിക്കുക അത് വായിക്കുമ്പോൾ. ഇനി 792 നാമം സാമരസ്യപരായണ. സാമരസ്യം എന്ന് ധാരാളം കേരളത്തിലെ പൊളിറ്റീഷ്യന്മാർ ധാരാളം പറയുന്നതാണ്. ആർജവവും സാമരസ്യവും. ഞാൻ ഓൺ ചെയ്യാറില്ല കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട്, 2 കൊല്ലമായിട്ട് പ്രത്യേകിച്ചും. അല്ലെങ്കിൽ ഈ രണ്ട് സമരസത വേണം, ആർജവം വേണം. ഈ രണ്ട് വാക്കുകളും എന്താണ്? ഒരു ആടിനെ പട്ടിയാക്കുക, മൂന്നാമത്തെ വാക്ക്. ഇത് കഴിഞ്ഞാൽ ഇത് മൂന്നും എടുത്തു മാറ്റിയ ചർച്ചകളില്ല. ഇവിടെ സാമരസഭാവം എന്ന് പറഞ്ഞാൽ സാമരസ്യം പരമമായ അയനമാണത്. ശരിക്കും സാമരസ്യം ദേവിയുടെ പരമമായ, പരായണം എന്ന് പറഞ്ഞാൽ പരമമായ അയനം അല്ലെ, ശ്രേഷ്ഠമായ സ്ഥാനം. സാമരസഭാവം പരമമായ പരായണ എന്ന് പറഞ്ഞാൽ പാരായണം എന്നല്ല, പാരായണം ചെയ്യുക എന്നല്ല ഇവിടെ അർത്ഥം. സാമരസ്യ പരായണ, പരമമായ അയനമുള്ളവൾ. രാമായണം, രാമന്റെ അയനം. അർത്ഥങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അർത്ഥത്തെ അനർത്ഥമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കോറിയിടുകയാണ്. അപ്പൊ അത് മായ്ച്ചു കളഞ്ഞ് കൃത്യമായിട്ട് നമുക്കതിനെ ഒന്ന് കണ്ടെത്താം. അപ്പോ സമരസഭാവം പരായണയായവൾ എന്താണ് പരമമായ അയനമായവൾ, പരമമായ സ്ഥാനമായവൾ. യാത്ര, സ്ഥാനം, ലക്ഷ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. ലക്ഷ്യം, സ്ഥാനം, അതിന്റെ കൂടെ തന്നെ യാത്ര എന്നൊക്കെ പറയും അയനത്തിന്. ഇപ്പോ പരായണം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സ്ഥാനത്തെയാണ് അയനം എന്ന് പറയുന്നത്. സാമരസഭാവം എന്താണ് സാമരസഭാവം എന്ന് പറഞ്ഞാൽ? ന്യൂനമല്ല, കുറവല്ല, അധികമല്ല, ഇത് രണ്ടുമല്ലാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് സാമരസഭാവം. എന്തെങ്കിലും കാണുമ്പോൾ അത്യാഹ്ലാദം, എന്തെങ്കിലും ചെറുതായിട്ട് വരുമ്പോൾ അതീവ ദുഃഖം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ വളരെ സന്തോഷം, ചിരിച്ചു പറയുക, തനിക്ക് അകത്തു കൂടെ പോവെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമില്ലാണ്ടിരിക്കുക. ഇതൊക്കെ എന്താണ്? സാമരസഭാവമില്ലായ്മയാണ്. അപ്പോ എപ്പോഴും ഒട്ടല് തരരുതേ ഭഗവാനെ, എനിക്ക് അതീവമായിട്ട് ഒരു കാര്യത്തിലും ഒട്ടല് തരരുതേ എന്ന് എന്നും പ്രാർത്ഥിക്കണം. അതാണ് തരേണ്ടത്. കാരണം എല്ലാ സുഖങ്ങളും ഒരിക്കലും ഈ ലോകത്തുണ്ടാവാൻ പോകുന്നില്ല. എത്ര ഒട്ടലുകളുണ്ടോ, എന്ത് നഷ്ടപ്പെടുമ്പോഴും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോ അത് വരും, വരില്ല എന്ന് പറയുന്നില്ല. എന്നാലും വേണ്ടാതെ അത് വരുത്തി വെക്കരുത്. ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം ഒരു രാത്രി ഉണ്ടെങ്കിൽ അത് കട്ടുകൊണ്ടുപോവോ, ഇങ്ങനെ അതിനോടുള്ള ആസക്തി മൂലം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സാമരസതയല്ല. സാമരസത എന്ന് പറഞ്ഞാൽ ന്യൂനവും ആവാൻ പാടില്ല, കുറയാനും പാടില്ല. നമ്മളൊക്കെ സംസ്കാരികളാണ്. അപ്പൊ അതിനോടൊക്കെ നമുക്ക് അറ്റാച്ച്മെന്റ് വേണം. പക്ഷേ അത് അധികമാവരുത്. ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണം. ദേഷ്യവും തന്നെയാണെങ്കിലും, ഈർച്ചയാണെങ്കിലും, വെറുപ്പാണെങ്കിലും അപ്പൊ വന്നു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പുലർത്തിക്കൊണ്ടുപോകരുത്. അതാണ് ദേവിയുടെ ചിത്തം. എന്നും എന്താണ്? സമരസഭാവമാണ്. ദേവി അസുരനെ വധിക്കുന്നു, ഉടനടി മോക്ഷം കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. ശ്രീകൃഷ്ണൻ തന്റെ സ്വധാമഗമനം സ്ഥാനത്ത് അവിടെ വെച്ചിട്ട് ആ വേടന്റെ അമ്പേറ്റ് മരിക്കുമ്പോ ആ വേടനെ ഉടലോട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാ പറയണത്. അവിടുന്ന് തന്നെ അദ്ദേഹം വന്ന് കാല് പിടിക്കുകയാണ്, അറിയാണ്ട് ഞാൻ ചെയ്തതാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോ ആ തന്നെ സ്വധാമത്തിലേക്ക് പറഞ്ഞയക്കാൻ സഹായിച്ച ആ വേടനെ എന്താ ചെയ്യുന്നത്? ഉടലോട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോ ഇതെപ്പോഴും ഓർക്കുക. എന്ത് സംഭവിച്ചാലും നമ്മള് ഈ മനുഷ്യൻ എന്നുള്ളത് മാത്രമാണ് ഈ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സനാതന ധർമ്മത്തിനെ, ഈ ധർമ്മം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ വരുന്ന ക്ഷമിക്കേണ്ട ആവശ്യമില്ല.
കാരണം ഭഗവാൻ തന്നെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് സമരസഭാവമായിരുന്നു ഭഗവാന്. എന്ത് സംഭവിച്ചപ്പോഴും ആ, ആ, കുരുക്ഷേത്ര യുദ്ധത്തിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലോ അപ്പോഴൊന്നും ഭഗവാൻ സമരസത ആ, വിട്ടുകളഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ ആ രൂപം, ആ രൂപത്തില് ദേവിയുടെ ചിത്തം തന്നെ ആ രൂപമാണ്, അതിൽ ശ്രേഷ്ഠമാണ്. ഇനി സമരസത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണം ആരാണ്? ശിവനും പാർവതിയും. ശക്തിയും ശിവനും കൂടിച്ചേർന്നാൽ, അല്ലെങ്കിൽ ശിവനും ശക്തിയും രണ്ടിനും ഏറ്റക്കുറച്ചിലില്ല. എത്ര ശക്തിയുണ്ടോ അത്ര തന്നെ ശിവനും, എത്ര ശിവനുണ്ടോ അത്ര തന്നെ ശക്തിയും. അതാണ് ദാമ്പത്യത്തിന്റെ സാമരസ്യത, ശക്തിയുടെയും ശിവന്റെയും സമന്വയത്തിന്റെ, സൃഷ്ടിയുടെ സമരസത. അപ്പോ സാമരസ്യം എന്ന് പറഞ്ഞാൽ ശിവന് ശക്തി സമനാണ്, ശക്തിക്ക് ശിവൻ സമമാണ്. ആ ഭാവമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി സാമരസ്യം അയനമായിട്ടുള്ളവളാണ്, ശ്രേഷ്ഠമായി സ്ഥാനമായിട്ടുള്ളവളാണ്. അതുകൊണ്ടും ദേവി സാമരസ്യപരായണ. ഇനി ഇതിനെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. സാമരസ്യ പരായണ എന്ന് മൂന്നാക്കിയിട്ട് ഇതിനെ കോമയിട്ട് വെച്ച് കഴിഞ്ഞാൽ സാമഗാനത്തില് സാമഗാന പാരായണത്തില് രസമുള്ളവളാണ് ദേവി. അപ്പൊ സാമഗാനം എന്ന് പറഞ്ഞാൽ വേദപാരായണമാണ്, വേദത്തിന് ശ്രുതിക്ക് ഗീതം കൊടുക്കുന്നതാണ്, സംഗീതം കൊടുക്കുന്നതാണ് സാമപാരായണം. സാമപാരായണത്തില് അല്ലെങ്കിൽ വേദപാരായണത്തില് താല്പര്യമുള്ളവളാണ് ദേവി. ഇനി സാമവേദം എല്ലാ സംഗീതങ്ങൾക്കും അതിന്റെ എല്ലാവിധ സംഗീതങ്ങളുടെയും ഘടനയാണ് സാമവേദം എന്നാണ് പറയുന്നത്. അപ്പോ സംഗീതം കൊണ്ട് ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ ദേവി വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ്. അപ്പോ സാമരസ്യ പരായണ, നല്ല രസമുള്ളവളാണ് ദേവി. സംഗീതത്തിലും സാമഗാനങ്ങളിലും ഒക്കെ ധാരാളം രസമുള്ളവളാണ് ദേവി. അതുകൊണ്ടും ദേവി സാമരസ്യ പരായണ. ഇനി സ അമരസ്യ പരായണ എന്നാക്കിയ എങ്ങനെ ഇരിക്കും? സ അമരസ്യ പരായണ. അമരസ്യം എന്ന് പറഞ്ഞാൽ അമരന്മാരുടെ ലോകം, സ്വർഗലോകം. അവിടെ പരായണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമായ ആസ്ഥാനമായവൾ. അവിടെ ഇപ്പൊ സ്വർഗലോകം ദേവന്മാരുടെയൊക്കെ ലോക പരമമായ ആസ്ഥാനമാക്കിയവൾ ദേവി. പക്ഷെ ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥം സാമരസഭാവമുള്ളവൾ, ശിവശക്തി ഐക്യ രൂപിണിയായ ദേവി എന്ന് തന്നെയാണ്. ഓം സാമരസ്യ പരായണായേ നമ. അടുത്ത 793 നാമത്തിലേക്ക് പ്രവേശിക്കാം. കബർദിനി. കബർദി, കബർദിനി ഒരു പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അർത്ഥം അറിയാത്തൊരു വാക്കായിരിക്കും. കബർദി എന്ന് പറയുന്നത് ശിവനെയാണ്. അപ്പൊ കബർദിനി എന്ന് പറഞ്ഞാൽ ശിവന്റെ പത്നി ദേവി. കബർദം എന്ന് പറഞ്ഞാൽ എന്താണ്? ജടയ്ക്കാണ് കബർദം എന്ന് പറയുന്നത്. അപ്പോ നന്നായി ജടയുള്ളവനാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവനെ കബർദി എന്ന് പറയുന്നത്. കബർദമുള്ളവൻ കബർദി. അല്ല, ജടയാണ് ശിവന്റെ ഏറ്റവും ഏറ്റവും സിംബോളിക് ആയിട്ടുള്ളത് ജടയാണ്. അപ്പോ ദേവിക്കും നല്ല ജടാമകുടമുണ്ട്. നല്ല ഭംഗിയിൽ ഇങ്ങനെ ചുറ്റി കെട്ടിവെച്ച ജടയും അതിനുശേഷം താഴത്തേക്കൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാർകൂന്തലും ഒക്കെ ഉണ്ട് ദേവിക്ക്. അപ്പോ ദേവി സുന്ദരിയാണ്. ജടാമകുടവും ഉണ്ട്, നല്ല മുടിയുമുണ്ട്. അപ്പൊ ജടാമകുടമുള്ളതുകൊണ്ട് ദേവിയും എന്താണ്? കബർദിനിയാണ്. അതുകൊണ്ടും ദേവിയെ കബർദിയുടെ പത്നിയായതിനാലും കബർദിനി തന്നെ ആയതിനാലും തനിക്ക് സ്വന്തമായിട്ട് നല്ല കേശഭാരമുണ്ട് ദേവിക്ക്. അതുകൊണ്ടാലും ദേവി കബർദിനി എന്നറിയപ്പെടുന്നു. ഇനി ക എന്നുള്ള ബീജം നമ്മൾ അർത്ഥം എടുക്കുകയാണെങ്കിൽ ക എന്നുള്ളതിന് ജലം അല്ലെങ്കിൽ ഗംഗാ നദി എന്നർത്ഥമുണ്ട്. അപ്പോ പര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുന്നത് എന്ന് സംസ്കൃതത്തിൽ മറ്റൊരർത്ഥമുണ്ട്. പര എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഒഴുകുന്നത്. ദ എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യമാക്കുന്നത്. കബർദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ ജടയിൽ നിന്നും ഒഴുകുന്ന, ആ ജടാമകുടത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഗംഗാദേവി എന്താണ്? ദായാണ്, പുണ്യവതിയാണ്. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന ഗംഗയാണ് കബർദ. ശിവന്റെ ജടാമകുടത്തിൽ നിന്ന് ഒഴുകുന്ന ഗംഗ എന്നും ഇവിടെ ക എന്നും പര എന്നും ദ എന്നും കബർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി ഒഴുകുന്ന ശിവന്റെ ജടാമകുടത്തിൽ നിന്നും പാപനാശിനിയായ ഗംഗയെയാണ് കബർദ എന്ന് പറയാം. ഇനി കബർദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകവരളി എന്നൊരർത്ഥമുണ്ട്. ഇവിടെയൊക്കെ കാണാം, നാട്ടിലൊന്നും ഇത് കാണില്ല. ധാരാളം എല്ലായിടത്തും പോയാൽ, ധാർവാഡ് വസതികളിലൊക്കെ പോയാൽ നമുക്ക് കാണാം, എല്ലായിടത്തും വൈകുന്നേരത്തെ എല്ലാ ചാണകങ്ങളും അവർ പെറുക്കിയെടുത്തിട്ട് അതിന്റെ ഭിത്തികളുണ്ട്, ആ ഭിത്തികളുടെ മുകളിൽ ഒട്ടിച്ചു വെക്കും, അതിന്റെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിനെ നിലത്ത് പരത്തിയിടും. എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചാണകവരളി ഉണ്ടാക്കും. അത് അഗ്നിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ്.
അപ്പോ ചാണകവരളി പണ്ടത്തെ അഗ്നിയുടെ തീ കത്തിക്കാനുള്ള ഏറ്റവും വലിയ റിസോഴ്സ് ആയിരുന്നു, ഭസ്മം ഉണ്ടാക്കാനും തീ കത്തിക്കാനും ഒക്കെ. ഇവിടെ ശിവൻ ഒരു അരയനായിട്ട്, മല അരയനായിട്ട് അവതരിച്ചു. അപ്പോ ദേവി അരയത്തിയായപ്പോൾ എന്താണ് ചാർത്തിയത്? കവർദം കൊണ്ട്, ഈ ചാണകവരളി കൊണ്ടുണ്ടാക്കിയ മാലയാണ് ദേവി അണിഞ്ഞത് എന്നുള്ള രൂപത്തിലും ദേവിയെ കവർദിനി എന്ന് പറയുന്നു. ശരിക്കും ഇവിടെ ജട ഉള്ളവൾ അല്ലെങ്കിൽ ജടയുള്ള ശിവന്റെ പത്നി എന്നർത്ഥമാണ്. ഓം കവർദിനി നമ. ഇനി 794 നാമത്തിലേക്ക് പോവാം. കലാമാല. കലാമാല. അപ്പൊ കലകളും ദേവിയുള്ള ബന്ധം നമ്മൾ ധാരാളം കണ്ടതാണ്. ഇനി വരുന്ന 2-3 നാമങ്ങളിൽ വീണ്ടും വരുന്നുണ്ട്. കലാമാല എന്ന് പറഞ്ഞാൽ സകല കലകളെയും മാലയായി അണിഞ്ഞവൾ, കലകളെ മാലയാക്കി അണിഞ്ഞവൾ. അപ്പോ എല്ലാ കലകളും, ഇനി മാല എന്ന് പറഞ്ഞാൽ സമൂഹം എന്നും അർത്ഥമുണ്ട്. അപ്പൊ കലകളുടെയൊക്കെ സമൂഹം കൂടിയാണ് ദേവി, അല്ലെങ്കിൽ കലകളെ മാലയാക്കി അണിഞ്ഞവളാണ് ദേവി. കല എന്ന് പറഞ്ഞാൽ നമുക്ക് 64 കലകളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. ഈ ലോകത്തെ എന്ത് കലകളുണ്ടോ അതെല്ലാം മാലയാക്കി അണിഞ്ഞവളാണ്. അതുപോലെ തന്നെ എല്ലാ കലകളാകുന്ന സമൂഹം അത് ദേവി തന്നെയാകുന്നു. അതുകൊണ്ട് ദേവി കലാമാല എന്ന്. കല എന്ന് പറഞ്ഞാൽ കാലം, കാലത്തിനും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രന്റെ ഏറ്റക്കുറച്ചിലുകളുടെ അവസ്ഥയ്ക്കും 15 തിഥിയും ദേവിയും കൂടി 16 തിഥി ദേവികളായിട്ടുള്ളതിനും കല എന്ന് പറയുന്നു. ഇതൊക്കെ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി കലാമാല. ഇനി 795 നാമം കാമധുക്. കാമധുക്, ഇതും പെട്ടെന്ന് മനസ്സിലാവാത്തൊരു നാമമാണ്, പക്ഷെ വളരെ എളുപ്പമുള്ള നാമമാണ്. കാമധുക്. ധുക് എന്ന് പറഞ്ഞാൽ എന്താണ്? ധേനു. ധേനു എന്ന് പറഞ്ഞാൽ ചുരത്തുന്നവൾ. ധേനു എന്ന് പറഞ്ഞാൽ ചുരത്തുന്നവളാണ്. കാമധുക് എന്ന് പറഞ്ഞാൽ കാമധുക്, കാമങ്ങളാകുന്ന അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും ആകുന്ന ഭക്തന്മാരുടെ കാമങ്ങൾക്കൊക്കെ പാലായിട്ട് ചുരത്തി കൊടുക്കുന്നവളാണ്. ആ കാമധേനുവാണ് ദേവി. കാമധുക് എന്ന് പറഞ്ഞാൽ കാമധേനു തന്നെയാണ്. കാമധേനുവിനെ നമ്മള് ധുക് എന്നുള്ള അർത്ഥം, ചുരത്തി കൊടുക്കുക എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ കാമങ്ങളാകുന്ന പാല് ഭക്തന്മാർക്ക് ചുരത്തി കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ കാമധേനു അഥവാ കാമധുക് എന്ന് പറയുന്നു. ഏത് ഇഷ്ടവും ദേവിയെ ശരിയായി ആരാധിച്ചു കഴിഞ്ഞാൽ ദേവി കാമധുക്കായിട്ട് എല്ലാ ഇഷ്ടവും ചുരത്തി കൊടുക്കും എന്നാണ്. ഇപ്പൊ ദോഗ്ധ ഗോപാലനന്ദന എന്ന് വദന ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ? ആ എല്ലാത്തിലും സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന, കറവക്കാരൻ ദോഗ്ധാവ്. ദുഃഖ് എന്ന് പറഞ്ഞാൽ ചുരത്തുന്നവളാണ്, ധേനുവാണ്. അപ്പൊ ദോഗ്ധ എന്ന് പറഞ്ഞാൽ കറന്നെടുക്കുന്നവനാണ് ദോഗ്ധ. ആരാണ്? സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാവുമ്പോൾ ആ പശുക്കളിൽ നിന്ന് ചുരത്തിയെടുക്കുന്ന, കറന്നെടുക്കുന്ന കറവക്കാരനാണ് ഗോപാലനന്ദനൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. ഭഗവത്ഗീതയുടെ വന്ദന ശ്ലോകമാണ്. അപ്പൊ അതുപോലെ ദേവിയുടെ കാമധേനുവാണ്. ഏത് അഭീഷ്ടവും സാധിച്ചു തരുന്ന അഭീഷ്ട വരദായിനിയാണ് ദേവി. അതുകൊണ്ട് ദേവി കാമധുക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി കാമരൂപിണി. കാമരൂപിണി എളുപ്പമുള്ള നാമമാണ്. കാമന്റെ രണ്ടർത്ഥമായിട്ട് എടുക്കാം. കാമേശ്വരന്റെ രൂപം ധരിച്ചവളാണ് കാമരൂപിണി, അല്ലെ? കാമേശ്വരന്റെ രൂപം ധരിച്ച കാമരൂപിണി. കാമദേവന്റെ രൂപം ധരിച്ചവളാണ് ദേവി. കാമദേവന്റെ രൂപത്തിലും ദേവി തന്നെയാണ് വരുന്നത്. അപ്പൊ ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി കാമരൂപിണി. ഇനി ഉപാസകൻ ഏത് രൂപമാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ രൂപത്തിലൊക്കെ ദേവി വന്നോളും. ദേവിയെ വടയക്ഷിണിയായിട്ടാണ് പ്രാർത്ഥിക്കാൻ ഒരു ദുർമന്ത്രവാദിക്ക് ഇഷ്ടമെങ്കിൽ വടയക്ഷിണിയായിട്ട് ദേവി വരും, അല്ലെ? ധൂമ്രാവതിയായിട്ടാണ്, ധൂമം പോലെയാണ് വരാനെങ്കിൽ അതുപോലെ വരും ദേവി. ദേവി പാർവതിയായിട്ടാണ് വരണമെങ്കിൽ വരും. നവദുർഗകളുടെ രൂപത്തിലാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ വരും. ഏത് രൂപത്തിലാണോ ഭഗവാൻ ഇച്ഛിക്കുന്നത് വിവിധ രൂപങ്ങളെ ധരിച്ചിട്ടാണ് ദേവി. അതുകൊണ്ട് കാമരൂപിണി എന്ന് പറയുന്നു. കാമേശ്വരന്റെ രൂപം ധരിച്ചവൾ അല്ലെങ്കിൽ കാമന്റെ രൂപം ധരിച്ചവൾ, ഇതൊക്കെ ദേവിയാണ് കാമരൂപിണി എന്ന്. അങ്ങനെ 151 ശ്ലോകം കഴിഞ്ഞു. 152 ശ്ലോകത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. കലാനിധി കാവ്യകല രസജ്ഞാ രസശേവധി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ. കലാനിധി കാവ്യകല
രസജ്ഞാ രസശേവധി പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ. കലാനിധി, ഇവിടെ 797 മുതൽ 805 വരെയുള്ള 9 നാമങ്ങളുണ്ട്. വേഗം വേഗം പോവാം, എളുപ്പമുള്ള നാമങ്ങളാണ്. കലാനിധി ഇപ്പൊ നേരത്തെയും കണ്ടു നമ്മള്, കാവ്യകലാതലം. 797 നാമം കലാനിധി. നിധി എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, ട്രഷറി, ഖജനാവ്, സ്രോതസ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. കോശം എന്ന് പറഞ്ഞാലും ഈ ഒരു അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ട്. കലാനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സകല കലകളുടെയും ഇരിപ്പിടമായവളാണ് ദേവി. ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മൂകാംബികയിലിരിക്കുന്ന ആ ദേവിയോട് വിചാരിച്ചാൽ മതി, എല്ലാ കലകളും അവിടെ എത്തിക്കോളും. അപ്പോ കല എന്ന് പറഞ്ഞാൽ സംഗീതം, സാഹിത്യം, നൃത്തം, അഭിനയം, 64 കലകൾ നമ്മൾ കണ്ടു. ചതുഷ്ഷഷ്ടി കലാമയി എന്നുള്ള രൂപത്തില്. ചതുഷ്ഷഷ്ടി എങ്ങനെയാണ് എന്ന്, ഷഷ്ടി എന്നുള്ള വാക്കിന് 6 ആണോ 60 ആണോ ഇതൊക്കെ കണ്ടു. ഒന്ന് പിറകിലോട്ട് പോവുക, വല്ലപ്പോഴൊക്കെ എപ്പിസോഡ് വീണ്ടും കാണുക. ചതുഷ്ഷഷ്ടി കലാമയി എന്ന് പറഞ്ഞാൽ 64 കലകളെ നമ്മൾ വിവരിച്ചതാണ്. ആ 64 കലകൾക്കും നാഥയാണ് ദേവി, നിധിയാണ് ദേവി, അതിന്റെ ട്രഷറിയാണ് ദേവി, ഇരിപ്പിടമാണ് ദേവി. അതുകൊണ്ട് ദേവി കലാനിധി എന്നറിയപ്പെടുന്നു. ഇനി ചന്ദ്രന്റെ 15 തിഥികള്, പൗർണമി അല്ലെങ്കിൽ അമാവാസി അടക്കം 15 തിഥികളും അതിൻ്റെയൊക്കെ നാഥയായിട്ടുള്ള 16ാമത്തെ തിഥിയായി വിളങ്ങുന്ന ദേവിയും. അങ്ങനെ 16 കലകൾക്ക് ഇരിപ്പിടമാണ് ദേവി. ആ ഓരോ കലകൾക്കും ഓരോ ദേവതകളുണ്ട്, അതൊക്കെ ദേവിയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ചന്ദ്രന്റെ 16 കലകൾക്ക് ഇരിപ്പിടമായിരിക്കുന്ന ദേവി, അതുകൊണ്ടും ദേവി കലാനിധി എന്നറിയപ്പെടുന്നു. ഇനി കല എന്ന് പറഞ്ഞാൽ അംശമുണ്ട്, പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ്, അതിന്റെ പൂർണ്ണതയാണ്. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ എന്താണ്? പൂർണ്ണമായിരിക്കുന്ന ദേവിയുടെ ഒരു ചെറിയ അംശമാണ് ഈ പ്രപഞ്ചം. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ പൂർണ്ണത എന്താണ്? ദേവി തന്നെയാണ്. അംശമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായ രൂപമാണ് ദേവി. അതുകൊണ്ട് ദേവി കലകളുടെയൊക്കെ നിധിയാണ്, എല്ലാ അംശങ്ങളുടെയും നിധിയാണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ഈ അംശങ്ങളൊക്കെ, എല്ലാ പ്ലാനറ്റുകളും, എല്ലാ ചന്ദ്രനും, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും, എല്ലാ മിൽക്കി വേകളും, ഇതൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോ അതൊക്കെ ദേവിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ നിധിയാണ്, കലകളുടെയൊക്കെ അംശങ്ങളുടെയൊക്കെ ട്രഷറിയാണ് ദേവി, പൂർണ്ണയാണ് ദേവി. ഇനി കല എന്ന് പറഞ്ഞാൽ ഒരു കാലയളവ് എന്നും പറയും. ഇവിടെ കലാകാഷ്ടാതിരൂപേണ പരിണാമപ്രദായിനി വിശ്വാസ്യോപരതൗ ശക്തേ നാരായണീ നമോസ്തുതേ. കാലം ദേവിയിൽ നിഷ്ഠമാണ് എന്നുള്ള തത്വമാണ് ഇവിടെ ഈ നാരായണി സ്തുതിയിൽ പറയുന്നത്. ഇനി കല എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നുള്ള അർത്ഥമുണ്ട്, ഭ്രൂണം എന്നുള്ള അർത്ഥമുണ്ട്, തേജസ് എന്നുള്ള അർത്ഥമുണ്ട്. അതിലൊക്കെ അർത്ഥത്തിൽ ദേവി യോജിക്കും. ഹിരണ്യഗർഭനായിട്ട് ആ അണ്ടമായി വരുന്നത് ദേവിയാണ്. പ്രാണനായിരിക്കുന്ന സർവചരാചരങ്ങളുടെയും പ്രാണനായിട്ട് ദഹരാകാശത്തിലിരിക്കുന്ന ദേവിയാണ്. ശരീരധാതുക്കൾക്ക് ആധാരമായ എല്ലാ വസ്തുക്കളും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി കലാനിധി. ഇനി 798 നാം നോക്കാം. കാവ്യകല. കാവ്യങ്ങളില് കലാരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കല എന്നുള്ളത് പിന്നെ 64 കലകളാണെങ്കിൽ ആ കലകളില് കാവ്യങ്ങളുണ്ട്. അപ്പൊ ആ കാവ്യങ്ങളിലൊക്കെ കലയായിട്ട് സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ദേവിയാണ്. കാവ്യം, ലഘുകാവ്യമുണ്ട്, മഹാകാവ്യമുണ്ട്, നാടകങ്ങളുണ്ട്, കവിതകളുണ്ട്, രൂപകങ്ങളുണ്ട്. ഇതൊക്കെ കാവ്യങ്ങളാണ്. ഇവയ്ക്കൊക്കെ ഒരു രസഭാവം വേണം. ആ രസഭാവമായിട്ട് സ്ഥിതി ചെയ്യുന്ന ആരാണ്? ദേവിയാണ്. അല്ലെങ്കിൽ ഇതിന് ആ രസഭാവം ഇല്ലെങ്കിൽ അതിനെ മാറ്റി അതിനൊന്നും ആസ്വാദ്യതയില്ല. അപ്പോ ഇവയൊക്കെ കലയാകണമെങ്കിൽ സഹൃദയരുടെ ഹൃദയങ്ങളില് രസാനുഭൂതി ഉളവാക്കണം. ആ രസാനുഭൂതി ആരാണ് ഉണ്ടാക്കുന്നത്? ദേവിയാകുന്ന ചൈതന്യമാണ് ഈ കലാകാരനിലൂടെ കലകൾക്കും അതുപോലെ തന്നെ അനുഭവിക്കുന്ന ആ ആസ്വാദകനും ആ ചൈതന്യമാണ് അനുഭൂതിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാവ്യകല എന്ന് പറയുന്നു. ഇനി കാളിദാസന് ഒരു ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പലരും, പുതിയ ആളുകളൊക്കെ പലതും പറയുമ്പോ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമെങ്കിലും കാളിദാസന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശങ്കരാചാര്യരും മിത്തും ശ്രീബുദ്ധൻ സത്യവുമായിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശങ്കരാചാര്യർ ജനിക്കുന്നതിനും 1300 വർഷം മുന്നെയാണ് ശ്രീബുദ്ധൻ ജനിച്ചത്. എത്ര? 1300 വർഷം. ശ്രീബുദ്ധന്റെ എല്ലാ വസ്തുക്കളും
അതേപോലെ പറയുന്നു. കപിലവസ്തു, നോ കോൺട്രഡിക്ഷൻ. അതുപോലെ തന്നെ ഒന്നും ബോധോദയം ഉണ്ടായ ഗയ, നോ കോൺട്രഡിക്ഷൻ. അതേസമയത്ത് ആചാര്യസ്വാമികള് ഈ 3 വട്ടം ഈ ഭാരത പര്യടനം നടത്തിയിട്ട് ഓരോന്നും സൃഷ്ടിച്ച് ആ എല്ലാം വെച്ചിട്ടും ഇത്രയും സാഹിത്യങ്ങൾ രചിച്ചു പോയിട്ടും അദ്ദേഹത്തിന് നമ്മൾ പലരും പറയും മിത്താണ്, ഇതൊന്നും ശങ്കരാചാര്യർ എഴുതിയതല്ല. നമ്മൾ തന്നെയാണ് പറയുന്നത്. അപ്പോ 1200 വർഷം മുന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ഞാൻ 10-20 പേരോട് ചോദിച്ചു നോക്കി, ആരാണ് പുരാതനം, ശങ്കരാചാര്യരാണോ അതോ ശ്രീബുദ്ധനാണോ എന്ന്. എല്ലാവരും എല്ലാ പ്രബുദ്ധരായ ഹിന്ദുക്കളും പറഞ്ഞു ശ്രീബുദ്ധൻ റിലവന്റ് ആണ്, അടുത്ത കാലത്തുള്ളതാണ്, ശങ്കരാചാര്യർ പുരാതനമാണെന്ന്. പക്ഷെ 1200 കൊല്ലം മുന്നെയാണ്, 8ാം നൂറ്റാണ്ടിലാണ്. ഈ ഈ കാലഘട്ടത്തിലെ 8ാം നൂറ്റാണ്ടിലാണ്. ഇപ്പൊ നമ്മൾ 21ാം നൂറ്റാണ്ടിലാണെങ്കിൽ 8ാം നൂറ്റാണ്ടിലാണ് ശങ്കരാചാര്യർ ജനിച്ചത്. ഇത് ക്രിസ്തു ജനിക്കുന്നതിന് മുന്നെയാണ് ശ്രീബുദ്ധന്റെ ജനനം. അപ്പോ അത്ര ഓർത്താൽ മതി. അപ്പൊ ഇവിടെ കാളിദാസനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ബുദ്ധിജീവികളായിട്ടുള്ള നമ്മുടെ ആളുകള്. എങ്കിലും ഇവിടെ നമുക്ക് ആചാര്യസ്വാമികളുടെ ഒരു ശ്ലോകം എടുത്തു നോക്കൂ. വളരെ ഗംഭീരമായ ശ്ലോകമാണ്. സൗന്ദര്യലഹരിയുടെ 75ാമത്തെ ശ്ലോകം. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. എന്താണ് അവിടെ പറയുന്നത്? തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത. ധരണിധര കന്യ എന്ന് പറഞ്ഞാൽ ഹേ പാർവതി, ഈ പാർവതിയായിരിക്കുന്ന ദേവി, അല്ലയോ പാർവതി, തവസ്തന്യം, അങ്ങയുടെ നിന്തിരുവഴിയുടെ സ്തനം പാനം, സ്തന്യപാനം, ആ മുലപ്പാല് കുടിച്ചിട്ട് അത് ഹൃദയത്തിൽ നിന്ന് തന്നെ ഒഴുകി വരുന്ന എന്താണെന്ന് പറയുന്ന മുലപ്പാല്? പയ പാരാവാരം. പയം എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത്. ഇത് പാൽക്കടൽ അമൃതമായി, പാരാവര അമൃത സരസിലെ, അമൃതക്കടലിലെ അമൃത സമുദ്രത്തിലെ അമൃതമാണോ, അല്ലെങ്കിൽ പരിവഹതി സാരസ്വതമിവ, ഇത് ശരിക്കും ആ സാരസ്വത വിദ്യ തന്നെയാണോ എല്ലാ ആളുകളെയും സരസവാക്കുകളാക്കി തീർക്കുന്ന ആ സാരസ്വത വിദ്യയാണോ, ആ അമൃതക്കടലിലെ അമൃതമാണോ അതോ സാരസ്വത വിദ്യയാണോ എന്ന് തോന്നിക്കുന്ന വിധം ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന അങ്ങയുടെ മുലപ്പാല് ആണ്. ആ മുലപ്പാല് കുടിച്ചിട്ട് എന്തുണ്ടായത്? ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാമ ജനി കമനീയ കവയിത. അത് കുടിച്ചിട്ട് ആർക്കാ ഗുണമുണ്ടായത്? ദ്രാവിഡനായിരിക്കുന്ന ദ്രവിഡ കവിക്ക് എന്തുണ്ടായത്? ഏറ്റവും മനോഹരമായ കവിതകൾ രചിക്കാനുള്ള പ്രാപ്തനായി തീർന്നു അദ്ദേഹം എന്ന്. അപ്പോ ദേവിയുടെ ആ സ്തന്യപാനം ചെയ്തു, അല്ലെങ്കിൽ ദേവിയുടെ കാരുണ്യമാകുന്ന സ്തന്യപാനം കിട്ടിയിട്ടാണ് മന്ദബുദ്ധിയായിരിക്കുന്ന കാളിദാസൻ ഇത്രയും മഹത്തായ കവിയായതെന്ന് 500 വർഷം മുന്നെങ്കിലും ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര്? 8ാം നൂറ്റാണ്ടില് നമ്മുടെ ആചാര്യസ്വാമികള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ആ ശ്ലോകമെങ്കിലും ഓർത്തോളൂ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അത്രയും ആ കാവ്യ കലയാണ്. ആർക്കും ചുരത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ കാവ്യകലയായി മാറും. അതുകൊണ്ട് ദേവിയെ കാവ്യകല എന്ന് പറയുന്നു. ഇനി 799ാമത്തെ നാമമാണ് രസജ്ഞ. രസജ്ഞ എന്ന് പറഞ്ഞാൽ രസത്തെ അറിയുന്നവൾ. ശരിക്കും നോക്കുകയാണെങ്കിൽ പഴയ നാമവുമായിട്ട് നമ്മൾ ഇതിനെ ഘടിപ്പിച്ച് നോക്കുമ്പോൾ എല്ലാ കലകളിലെയും ആസ്വാദിത ദേവിയാണ്. അത് അറിയുന്നതും ദേവി തന്നെയാണ്. രസത്തെ അറിയുന്നവളാണ് ദേവി. ഇനി നവരസങ്ങൾ, കലകളുടെ അതിന്റെ മർമ്മമാണ് നവരസങ്ങള്. ശൃംഗാരം, ഹാസ്യം, കരുണം. ഓരോ 3 രസങ്ങളായി എടുക്കാം നമുക്ക്. ശൃംഗാരം എന്ന് പറഞ്ഞാൽ രതി, അതുപോലെ തന്നെ പിന്നെ കാമം, ഇതിനൊക്കെ ശൃംഗാരം വേണം, ആ രസമാണ്. ഹാസ്യം, നമുക്ക് എവിടെ ചിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഉള്ളൊറിഞ്ഞ് ചിരിക്കുന്ന ഹാസം വേണമെങ്കിൽ ഹാസ്യം എന്നുള്ള രസം വേണം. കവിതകളുടെ കാര്യമാണ് പറയണത്, അല്ലെങ്കിൽ കാവ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ കലകളിലെ 64 കലകളുടെ കാവ്യമാണത്. കരുണം, എവിടെയാണോ ശോകമുള്ളത് അവിടെ കരുണം എന്ന് പറയുന്ന രസം വേണം, എന്നാലേ ശോകം വരുള്ളൂ. എവിടെയാണോ രൗദ്രരസമുള്ളത്, ഈ രൗദ്രം, വീരം, ഭയാനകം. രൗദ്രം, എവിടെയാണോ ക്രോധം വരുന്നത്, രൗദ്രം എന്നുള്ള രസം ഉണ്ടെങ്കിലാണ് ക്രോധം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. എവിടെയാണോ ഉത്സാഹമുള്ളത് അവിടെയൊക്കെ വീരം,
എന്ത് കാര്യം ചെയ്യാനുമുള്ള അത്യുത്സാഹം അത് പ്രകടിപ്പിക്കണമെങ്കിൽ ആ വീരം വേണം. അതുപോലെ തന്നെ എവിടെയാണോ ഭയമുള്ളത് ഭയാനകം എന്നുള്ള രസം വേണം. അപ്പൊ ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം 6 കണ്ടു. ഇനി ഭീവത്സം, അദ്ഭുതം, ശാന്തം 3 രസങ്ങൾ കൂടി. അപ്പോ എവിടേക്കാണോ ജുഗുപ്സയുള്ളത്, നമുക്ക് കണ്ടാൽ നമ്മളെ തന്നെ അറപ്പ് തോന്നിക്കുന്ന അവസ്ഥ, അവിടെ ഭീവത്സം വേണം. അതുപോലെ തന്നെ വിസ്മയിപ്പിക്കുകയാണ് നമ്മളെ എങ്കിൽ അവിടെ എന്ത് രസം വേണം? അദ്ഭുത രസം വേണം. അതുപോലെ തന്നെ എല്ലാം ശമിപ്പിച്ച് അടങ്ങണമെങ്കിൽ എന്തു വേണം? ശാന്തരസം വേണം. ഇപ്പോ ഈ 9 രസങ്ങളായിരിക്കുന്നത് ആരാണ്? 64 കലകളിലും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി രസജ്ഞ എന്ന് പറയുന്നു. ഇനി നാവ് രസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, നല്ല സ്വാദാണ് രസം എന്ന് പറഞ്ഞാലോ, നാവ് കൊണ്ട് തിരിച്ചറിയേണ്ട ഷഡ്രസങ്ങള്. ഷഡ്രസങ്ങള് ഉപ്പ്, മധുരം, കയ്പ്, പുളിപ്പ്, ചവർപ്പ്, എരിവ്, ഇങ്ങനെയുള്ള 6 രസങ്ങള്. ഈ രസം ദേവി തന്നെയാണ്, രസസ്വരൂപിണി ദേവി തന്നെയാണ്. ഇനി രസത്തിന് ബ്രഹ്മം, ബ്രഹ്മാനന്ദം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ബ്രഹ്മാനന്ദ സ്വരൂപിണിയും ദേവി തന്നെയാണ്. അപ്പൊ എല്ലാ രസങ്ങളും ദേവിയാണ്. ആ രസത്തെ അറിയുന്നവളാണ് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി രസജ്ഞ എന്ന് പറയുന്നു. ഇനി 800ാമത്തെ നാമം. അങ്ങനെ നമ്മളെ 800ാമത്തെ നാമത്തിലെത്തി. 80% നാമങ്ങളും കഴിയാണ് ഈ നാമത്തോടുകൂടി. രസശേവധി. രസശേവധി. ശേവധി എന്ന് പറഞ്ഞാൽ നിധി, ഇരിപ്പിടം എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അപ്പൊ മുൻ നാമങ്ങളിലെ എല്ലാ അർത്ഥങ്ങളും നോക്കൂ. ഈ തൊട്ട് മുന്നേ ഉള്ളത് കാവ്യരസം, അത് കഴിഞ്ഞ ഭോജ്യരസം, കവിതകളിലും സാഹിത്യങ്ങളിലൊക്കെ ഉള്ള രസം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള രസം, ബ്രഹ്മാനന്ദ രസം. ഈ രസങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ഇരിപ്പിടം ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ രസശേവധി എന്ന് പറയുന്നു. അപ്പോ രസ ഏവ പരം ബ്രഹ്മ, രസ ഏവ പരാഗതി എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത്. രസം, എല്ലാ രസങ്ങളും ബ്രഹ്മം തന്നെയാണ്. അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് രസ ഏവ പരം ബ്രഹ്മ എന്ന്. അപ്പോ ദേവി രസങ്ങളുടെയൊക്കെ ആസ്ഥാനമാണ്, നിധിയാണ്, ഇരിപ്പിടമാണ്. അതുകൊണ്ട് ദേവി രസശേവധി എന്ന് പറയുന്നു. 801ാമത്തെ നാം നോക്കാം. പുഷ്ട. പുഷ്ട എന്ന് പറഞ്ഞാൽ പോഷിക്കപ്പെട്ടവൾ. പോഷിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ പുഷ്ടിയെ പ്രാപിച്ചവളാണ് ദേവി. പുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണതയാണ് പുഷ്ടി. ദേവി, ഈ പ്രപഞ്ചം ദേവി തന്നെയാണ്, അല്ലെ? 36 തത്വങ്ങളാലാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഓരോ തത്വങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോ 36 തത്വങ്ങളാൽ പുഷ്ടമാണ് ഈ പ്രപഞ്ചം. അങ്ങനെ 36 തത്വങ്ങളിൽ പുഷ്ടമായിട്ടുള്ള ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പുഷ്ട എന്ന് പറയുന്നു, അല്ലെ? ദേവി പാർഷ്യൽ അല്ല, പൂർണ്ണയാണ്, പോഷിക്കപ്പെട്ടവളാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേവന്മാര്, ബ്രഹ്മജ്ഞാനികള്, മുനിമാര്, ഭക്തജനങ്ങള്, ഇവരൊക്കെ ഈ അനേകം പേര് അനേകം സ്തോത്രങ്ങളും ആരാധനകളും കൊണ്ട് ദേവിയെ പോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ദേവി അങ്ങനെ പോഷിക്കപ്പെട്ടവളാണ്, പുഷ്ടയാക്കപ്പെട്ടവളാണ്. നമ്മള് ഒരു ക്ഷേത്രത്തില് ആ തന്ത്രിയുടെ ചൈതന്യം കൊണ്ട് ആ ക്ഷേത്രം അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അതിനുശേഷം എന്നും അവിടെ മന്ത്രജപങ്ങൾ വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ആ പുഷ്ടിക്കപ്പെടുകയാണ്. ആ ദേവിയുടെ ചൈതന്യം വീണ്ടും വീണ്ടും പൂർണ്ണമാക്കപ്പെടുകയാണ്. ആ ചൈതന്യം കുറഞ്ഞ് ആ വിഗ്രഹത്തിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലങ്ങളോളം എല്ലാ വർഷവും എല്ലാ ദിവസവും അവിടെ ആരാധനകളും മന്ത്രങ്ങളും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം വീണ്ടും പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നത്. കാരണം അതിനെ പുഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരാലും ദേവിയെ പോഷിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ദേവി പുഷ്ട എന്ന് പറയുന്നു. ഇനി പുഷ്ട എന്നുള്ള നാമം മഹാവിഷ്ണുവിന്റെ പര്യായം കൂടിയാണ്. അതുകൊണ്ട് വിഷ്ണു രൂപിണിയായിട്ടുള്ള ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നും ഇവിടെ പറയുന്നു. ഇനി 802ാമത്തെ നാമമാണ് പുരാതന. പെട്ടെന്ന് പോവാവുന്ന നാമമാണ്. 9 നാമങ്ങളുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. പുരാതന. പുരാതന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വളരെ പഴക്കമുള്ളത്. അപ്പൊ നമുക്കറിയാം എല്ലാറ്റിനും മുന്നേ ഉള്ളത് ആരാണ്? ദേവിയാണ്. അതിനുശേഷമേ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ദേവി പുരാതനയാണ്. സർവപ്രപഞ്ചത്തിനും നാഥയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ നമ്മൾ എന്ത് പറയുന്നു? പുരാതന എന്ന് പറയുന്നു, ആദി എന്ന് പറയുന്നു, അല്ലെ? അപ്പോ ശരിക്കും ആദ്യമുള്ളതാണ് ചിച്ഛക്തി എന്ന് നമുക്കറിയാം. ദേവിയുടെ നാമം ഇതും കണ്ടതാണ്, ചിച്ഛക്തി. ചിച്ഛക്തി എന്ന് പറഞ്ഞാൽ ആദിപരാശക്തി തന്നെയാണ് ചിച്ഛക്തി. അവിടുന്നാണ് മൂലപ്രകൃതിയായി ഭവിക്കുന്നത്. മൂലപ്രകൃതിയിൽ നിന്നാണ് മഹത്വത്വം ഉണ്ടാവുന്നത്. മഹത്വത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അഹങ്കാര തത്വത്തിൽ നിന്നാണ് ആകാശം, സ്പേസ്
ഉത്ഭവിക്കുന്നത്. സ്പേസിൽ നിന്നാണ് പിന്നെ ആ പഞ്ച തത്വങ്ങൾ ഉണ്ടാവുന്നത്. വായുതത്വം, അഗ്നിതത്വം, ജലതത്വം, ഭൂമിതത്വം, ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇതെല്ലാം കോമ്പിനേഷൻ ഓഫ് ഈ 5 തത്വങ്ങള് ആണ് ആ ചിച്ഛക്തിയുടെ മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരതത്വവും പഞ്ചഭൂതങ്ങളും കൂടി ചേർന്നാണ് സകല സൃഷ്ടിയും നടക്കുന്നത്. അപ്പൊ ദേവി എന്താണ്? ചിച്ഛക്തി, മൂലപ്രകൃതിയുടെ മുന്നേ ഉള്ളതാണ് ദേവി. ആദിപരാശക്തിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പുരാതന എന്ന് വിളിക്കുന്നു. ഏറ്റവും പഴയത്, ഏറ്റവും മുന്നേ ഉള്ളത്. ഇതിനൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. ഇനി 803 നാമം പൂജ്യ. പൂജ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടാൻ യോഗ്യയായവൾ. പൂജ്യ എന്നാണ്. എല്ലാവരാലും പൂജിക്കപ്പെടാൻ യോഗ്യയായവൾ ദേവിയെ എന്താണ്? എല്ലാറ്റിനും കാരണഭൂതയാണ് ദേവി. എല്ലാ ശക്തികളുടെയും പ്രഭാവമാണ് ദേവി. അവ്യാജ കരുണാമൂർത്തിയാണ് ദേവി. അവസാനത്തെ നാമം വരുമ്പോൾ വരും. അപ്പൊ ദേവി എല്ലാവരാലും ആരാധ്യയാണ്. ഇതൊക്കെ ദേവി തന്നെയാണ്. വിഷ്ണു, ബ്രഹ്മ, ശിവനാലും ആരാധ്യയാണ് ദേവി. അതുകൊണ്ട് ദേവി പൂജ എന്ന് പറയുന്നു. ഇനി ഗുരു എന്നുള്ള നാമമുണ്ട്. പൂജ എന്നുള്ളതിന് അർത്ഥം, ഗുരു എന്നുള്ളതിന് പര്യായം പൂജ എന്നാണ്. പൂജനീയായവള്. ഇപ്പോ ഗുരു ആണ് ദേവി അല്ലെ? ഗുരു രൂപിണിയാണ് ദേവി. അതുകൊണ്ടും ഗുരുമണ്ഡല രൂപിണി എന്നുള്ള നാമവും നമ്മൾ കണ്ടു. ഗുരുമണ്ഡലത്തിന്റെ ഒക്കെ രൂപം ദേവി തന്നെയാണ്. സർവ്വ ഗുരുക്കളും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി പുരാതന അല്ലെ, പൂജ്യ എന്ന നാമത്താൽ അറിയപ്പെടുന്നു. 804 നാമം നോക്കാം. പുഷ്കര. പുഷ്കര. പുഷ്കര എന്ന് പറഞ്ഞാൽ പുഷ്ടീം കരോതി പുഷ്കര. പോഷണം അഥവാ പുഷ്ടി നൽകുന്നവൾ. പുഷ്ടീം കരോതി പുഷ്കര. പോഷണം അഥവാ പുഷ്ടി നൽകുന്ന. അപ്പൊ പുഷ്കരം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. താമര. പുഷ്കരം എന്ന് പറഞ്ഞാൽ താമരയാണ്. പുഷ്കരേക്ഷണ എന്ന് പറയുന്നുണ്ട് നാമത്തിൽ. ഇനി വെള്ളം പുഷ്കരം. ആകാശം പുഷ്കരമാണ്. സപ്തദ്വീപുകളിലെ ഒരു ദ്വീപിന്റെ പേര് പുഷ്കരം എന്നാണ്. ഇതൊക്കെ ദേവി തന്നെയാണ്. താമര പോലെയുള്ള അക്ഷികളുള്ള ദേവിയാണ്. ജലസ്വരൂപിയായിരിക്കുന്ന ദേവിയാണ്. ആകാശം സ്പേസ് ആയിരിക്കുന്ന ദേവിയാണ്. സപ്തദ്വീപുകളായിരിക്കുന്ന ദേവിയാണ്. അതൊക്കെ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി തന്നെയാണ്. ഇതിനൊക്കെ പോഷണം നൽകിയിട്ട് പുഷ്ടി നൽകുന്നവൾ ദേവി തന്നെയാണ്. പോഷണം അഥവാ പുഷ്ടി നൽകുന്നവൾ പുഷ്കര ദേവിയാണ്. ഇനി പുഷ്കര എന്നുള്ള നാമം പറയുമ്പോൾ പുഷ്കര തീർത്ഥത്തെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. പുഷ്കര തീർത്ഥം ഭാരതത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള, ഗംഗാസ്നാനവും അതുപോലെ തന്നെ രാമേശ്വര സ്നാനവും ചെയ്താലും പുഷ്കര തീർത്ഥത്തിൽ സ്നാനം ചെയ്യാതെ നമ്മുടെ സ്നാനം മുഴുവനാവില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഈവൻ മഹാഭാരതം വനപർവത്തില് ഈ അജ്ഞാത വനവാസ കാലത്ത് യുധിഷ്ഠിരൻ, ഏതു മുനിയോടാ ചോദിക്കുന്ന ഓർമ്മ വരുന്നില്ല, ചോദിക്കുന്നുണ്ട്, ഏതെല്ലാം തീർത്ഥങ്ങളില് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സകല പാപങ്ങളും നശിച്ചു പോകുമെന്ന് ചോദിക്കുമ്പോ ഒരു 300 പേജോ മറ്റോ ഉണ്ട് ഭാരതത്തിലെ തീർത്ഥങ്ങളെ വിശദീകരിക്കുന്നുണ്ട് മഹാഭാരതത്തില്. അത്രയും ബൃഹത്തായ തീർത്ഥങ്ങളുള്ള അതിലൊരു തീർത്ഥമാണ് ഇത് പുഷ്കര തീർത്ഥം. അപ്പോ ഇതിനെ എന്താണ് പറയുന്നത്? വനപർവത്തിലെ തീർത്ഥരാജൻ എന്നാണ് പുഷ്കര തീർത്ഥത്തിനെ പറയുന്നത്. പുഷ്കര തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പൂരിൽ നിന്നും 150 കിലോമീറ്റർ. ജയ്പൂർ കഴിഞ്ഞാൽ അജ്മീർ വരും. അജ്മീറിലൊക്കെ പോയിട്ട് കാജ ചിസ്തിയുടെയൊക്കെ അവിടെയൊക്കെ പോയിട്ട് ആളുകൾ തലകുമ്പിട്ട് പോരും നമ്മളെ. പക്ഷേ അവിടുന്ന് 17 കിലോമീറ്റർ ദൂരെയുള്ളൂ പുഷ്കറിലേക്ക്, അജ്മീറിൽ നിന്ന്. പുഷ്കറിൽ പോകുന്ന ആളുകൾ വളരെ കുറവാണ്. അരവല്ലി പർവ്വത നിരകളാണ്, നല്ല ഘാട്ടി ഏരിയയാണ്. അതിങ്ങനെ നല്ല റോഡുണ്ട്. അത് കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള പുഷ്കര തീർത്ഥമാണ്. അതിന്റെ നടുവില് ഒരു തടാകമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു തടാകം. ആ തടാകത്തിന്റെ കരയില് ഒരു വിശാലമായ ബ്രഹ്മക്ഷേത്രമുണ്ട്. ഭാരതവർഷത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രഹ്മക്ഷേത്രമുള്ള സ്ഥലമാണ് പുഷ്കരം. എനിക്കിതൊന്നും അറിയാതെ തന്നെ, ഒന്നും അറിയാതെ ഞാൻ 1988 ഇവിടെ വന്നപ്പോ എനിക്ക് 1-2 കൂട്ടുകാർ വന്ന് എനിക്ക് ജയ്പൂര് പോകേണ്ടി വന്നു. ജയ്പൂര് പോയപ്പോ ഇവിടെ ഒരു ആർമിയുടെ ബേസ് ഉണ്ട് ഈ പുഷ്കറില്. അപ്പോ ആ പുഷ്കറിൽ അദ്ദേഹത്തിന്റെ ബ്രദറും അവിടെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുഷ്കർ തീർത്ഥത്തിൽ പോകാൻ പറ്റി. അന്ന് ഞാൻ കണ്ട പുഷ്കര തീർത്ഥം എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. കാരണം കാർത്തിക മാസത്തിലെ പൗർണമി നാളില് അവിടെ ഏറ്റവും വലിയൊരു മേളയുണ്ട്, ഉത്സവകാലമാണ്. കംപ്ലീറ്റ് ഫോറിനേഴ്സ് വരുന്ന കാലമാണ്. ഫ്രഞ്ച് ഭാഷയിലാണ് പെട്ടിക്കടകളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഗോവയിലെ സാധനങ്ങൾ വിൽക്കാൻ നിൽക്കുന്നത് പോലെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയിലായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ആ തീർത്ഥം കണ്ടു. വലിയ തീർത്ഥമാണ്. 38 ഘാട്ടുകളുള്ള തീർത്ഥമാണ്. ആ തീർത്ഥത്തിലെ
അന്ന് ഓരോ അതിലുള്ള മത്സ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് മത്സ്യാവതാരം തോന്നിപ്പിക്കുന്ന പോലെയുള്ള വലിയ മത്സ്യങ്ങളായിരുന്നു അന്ന്. ഞാൻ എൻ്റെ 22 വയസ്സുള്ള സമയത്ത് പുഷ്കറിൽ പോയിട്ട് അന്ന് ആ തീർത്ഥത്തില് കുളിച്ചതൊക്കെയാണ്. അപ്പോ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വജ്രനാഭൻ എന്ന അസുരനെ വധിച്ചതിന് ശേഷം, ബ്രഹ്മാവാണ് വധിക്കുന്നത്, ബ്രഹ്മാവിന് തോന്നി ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു മഹായജ്ഞം നടത്തണമെന്ന്. അപ്പൊ അദ്ദേഹം ഈ അസുരവധത്തിന് ശേഷം, ഏത് അസുരനെ വധിക്കുമ്പോഴും ഒരുപാട് പാപങ്ങൾ ഉണ്ടാവും, കാരണം ഒരുപാട് നല്ല ഗുണങ്ങളുള്ള അസുരന്മാരായിരുന്നു. അപ്പൊ അദ്ദേഹം തന്റെ താമര എടുത്തിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ വിക്ഷേപിക്കുകയാണ്. അത് വന്ന് വീഴുന്ന സ്ഥലമാണ് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോ ആ പുഷ്കറില് വന്ന് വീഴുന്ന ആ സ്ഥലത്ത് ബ്രഹ്മാവ് ഇറങ്ങി വരുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് അവിടെ ആ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഒരു നല്ല തീർത്ഥമുണ്ടായി, ഒരു തടാകമുണ്ടായി. അതിന്റെ കരയ്ക്ക് ബ്രഹ്മാവിരുന്ന് യജ്ഞം ചെയ്യുന്നു അവിടെ ബ്രഹ്മാവിനെ. അപ്പോ ആ യജ്ഞ സമയത്ത് ബ്രഹ്മാവിന്റെ പത്നിയായിരുന്ന സാവിത്രി സമയത്തിന് എത്തിയില്ല. അപ്പോ ഗായത്രിയെ പരിണയിച്ചു ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. അതിൽ കോപിതയായിട്ടുള്ള സാവിത്രി, ഇനി നിനക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിലെ പൂജ ഉണ്ടാവൂ എന്ന് ശപിച്ചു. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് കൂടുതൽ ക്ഷേത്രങ്ങളില്ലാത്തത് എന്ന് ഭൃഗുമുനി ശപിച്ചതായിട്ടും ഒരു കഥയുണ്ട്. അതല്ലാതെ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളില്ലാത്ത കൂടുതലില്ലാത്തതെന്ന് പറഞ്ഞു. എന്തായാലും വലിയ പ്രശസ്തിയുള്ള ബ്രഹ്മക്ഷേത്രം തന്നെയാണ് അവിടെയുള്ളത്. കാർത്തിക മാസത്തില് പൗർണമി നാളില് വലിയ ഉത്സവമുണ്ട് അവിടെ. അപ്പോ ഏറ്റവും വലിയൊരു കാറ്റിൽ ഫെയർ ഉണ്ട്, ഒരു മൈതാനമാണ് ക്ഷേത്രത്തിന്റെ പിറകില്. കാമൽ ഫെയർ ആണ് ഭാരതത്തിലുള്ള. അന്ന് എനിക്ക് ഇത്രയും ഒട്ടകങ്ങളെ കണ്ടും അതുപോലെ തന്നെ കുതിരകളും എല്ലാ മൃഗങ്ങളും, അതിന്റെ ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ പോലെ കൊല കൊണ്ടുപോകേണ്ട കാലിച്ചന്തയല്ല, വെട്ടിക്കൊല്ലാനല്ല, കാർഷിക ആവശ്യത്തിനും വളർത്താനും ഭാരം ചുമക്കാനും ഒക്കെ വേണ്ടിയിട്ട് കാലികളെ കൊണ്ടുപോകുന്ന വിൽക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും രാജസ്ഥാനിൽ ധാരാളം ഒട്ടകങ്ങള് ആവശ്യമുള്ള ചൂടുള്ള പ്രദേശമായിരുന്നു, ആവശ്യമുള്ളായിരുന്നു. ഇപ്പോ അടുത്ത കാലത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഇപ്പോഴും നടക്കുന്നുണ്ട് അത്. കഴിഞ്ഞ വർഷം ഞാൻ പേപ്പറിൽ കണ്ടിരുന്നു ഈ സമയത്ത്, കാർത്തിക മാസത്തിലെ പൗർണമി നാളില് വലിയ കാറ്റിൽ ഫെയർ ഉള്ള സ്ഥലമാണ്. വളരെ വിശാലമായിട്ടുള്ള തീർത്ഥക്കുളമാണ്. രണ്ടാമത് ഞാൻ പോയത് 2008 എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് 2008 പോയപ്പോ ആ ഒരു വലിയ വരൾച്ച, 3 വർഷത്തെ വരൾച്ച രാജസ്ഥാനിലുണ്ടായി. ആ വരൾച്ചയുടെ കാരണം ഞങ്ങൾ പോയപ്പോ JCBയും ഒക്കെ ആയിരുന്നു ആ തീർത്ഥക്കുളത്തിൽ. അത്ഭുതം തോന്നിപ്പോയി എനിക്ക്. 20 വർഷത്തിന്റെ ഉള്ളില് നടന്ന മാറ്റം, 22ാമത്തെ വയസ്സിൽ കണ്ടത് 42ാമത്തെ വയസ്സിൽ കണ്ടത് തമ്മില് അത് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ JCB. എന്നിട്ട് അവിടെ അവരത് കുഴിച്ച് വീണ്ടും മനോഹരമായിട്ട് ഇപ്പൊ അതിനൊക്കെ സംവിധാനമൊക്കെ കൊടുത്തു, ധാരാളം വെള്ളം എന്നുള്ള രീതിയിലാക്കി മാറ്റി അതിനെ എന്നാണ് ഇപ്പൊ അറിയുന്നത്. അന്ന് ഞങ്ങൾക്ക് തീർത്ഥമൊന്നും തൊടാൻ പോലും പറ്റിയില്ല, തീർത്ഥം ഉണ്ടായിരുന്നില്ല, JCB ആയിരുന്നു തടാകത്തിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു മഹത്തായ തീർത്ഥമാണ് ഇപ്പോഴും. അത് വളരെ നന്നായിട്ട് അതിനുശേഷം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും പുഷ്കര തീർത്ഥത്തിൽ പോവുക. ജയ്പൂരിൽ നിന്ന് 150 കിലോമീറ്ററും അജ്മീറിൽ നിന്നും വെറും 17 കിലോമീറ്ററും ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ആ പുഷ്കര തീർത്ഥമായിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ പുഷ്കര എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത നാമമാണ് പുഷ്കരേക്ഷണ. 152ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ നാമം പുഷ്കരേക്ഷണ. പുഷ്കരം എന്ന് പറഞ്ഞാൽ താമര, ഈക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പോ പുഷ്കരേക്ഷണ എന്ന് പറഞ്ഞാൽ താമരയുടെ, താമരപ്പൂവിന്റെ ഇതള് പോലത്തെ നീണ്ട നയനങ്ങളുള്ളവൾ, മനോഹരമായ നയനങ്ങളുള്ളവൾ. അതുകൊണ്ട് ദേവിയെ പുഷ്കരേക്ഷണ എന്ന് പറയുന്നു. ഇനി പുഷ്കരം എന്ന് പറഞ്ഞാൽ ആകാശം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പോ സ്പേസ്, ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. സ്പേസ് തന്നെ ദേവിയുടെ, ഈ കാണുന്ന എല്ലാ സ്പേസും ദേവിയുടെ കണ്ണുകൾ തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ പുഷ്കരേക്ഷണ എന്ന് വിളിക്കുന്നു. അങ്ങനെ 152ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 153ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാൻ നമുക്ക്. എത്ര നാമം പറ്റുമോ അത്രയും നാമം എടുക്കാം. പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്താ പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി. പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്താ പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി. ഇവിടെ ഈ ശ്ലോകത്തില് 806 മുതൽ 812 വരെയുള്ള 7 നാമങ്ങളാണ്. ഓരോന്നോരായി നോക്കാം. പരം ജ്യോതി, പരം എന്ന് പറഞ്ഞാൽ സർവശ്രേഷ്ഠം, ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശം, ബ്രഹ്മം എന്നൊക്കെ പറയും. അപ്പൊ സർവശ്രേഷ്ഠമായ
ബ്രഹ്മം തന്നെയാണ് ദേവി. വീണ്ടും അതേ അർത്ഥത്തിൽ നമ്മൾ എത്തുകയാണ്. സർവശ്രേഷ്ഠമായ ബ്രഹ്മം, പരം ജ്യോതി, ചൈതന്യ സ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നു. അപ്പോ സൂര്യനും ചന്ദ്രനും താരകളും അഗ്നിയും ഏതൊരു ജ്യോതിസിനു മുന്നിൽ നിഷ്പ്രഭമാവുന്നുവോ ആ ജ്യോതിസാണ് ദേവി. അതുകൊണ്ട് ദേവി പരം ജ്യോതി, എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ചൈതന്യമാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പരം ജ്യോതി എന്ന് പറയുന്നു. ഇനി നമ്മള് ഇതിനു മുന്നേ നമ്മൾ കണ്ടൊരു ശ്ലോകമുണ്ട്, ഒന്നുകൂടി കാണാം. അത് ദീപാരാധന സമയത്തൊക്കെ ശരിക്കും ജപിക്കേണ്ട ഒരു ശ്ലോകമാണ്. കഠോപനിഷത്തിലെ ഒരു ശ്ലോകമാണത്. എന്താണത്? ന തത്ര സൂര്യോ ഭാതിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. ഇങ്ങനെ ദീപാരാധനയ്ക്ക് ആ ഭഗവാന്റെ മുന്നില് ദീപം ജ്വലിപ്പിച്ച് കയ്യിൽ പിടിച്ച് പറയേണ്ട ശ്ലോകമാണ്. ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ന തത്ര സൂര്യോ, ദീപം കാണിച്ചിട്ടാ പറയുന്നത്. ന തത്ര സൂര്യോ ഭാതിന ചന്ദ്രതാരകം, ഇത് ഒരു സൂര്യനും ഒരു പ്രകാശവുമില്ല. ഭാതിന ചന്ദ്രതാരക, ചന്ദ്രനോ ഒരു പ്രകാശവുമില്ല, സൂര്യനോ ഒരു പ്രകാശവുമില്ല. അത് കഴിഞ്ഞാലോ നേമാ വിദ്യുതോ ഭാന്തി, വിദ്യുതം എന്ന് പറഞ്ഞാൽ ഇടിമിന്നലിന്, അതിനൊന്നും ഒരു പ്രകാശവുമില്ല. കുതോയം അഗ്നി, പിന്നെയാണോ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ അഗ്നിക്ക് എന്ത് പ്രകാശമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തിന്റെ മുന്നില്? തമേവ ബാന്ധമനുവാദി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി. ഈ ചരാചരങ്ങളില് ചൈതന്യമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്ന ചൈതന്യ സ്വരൂപിയായ ഭഗവാനെ, അങ്ങയുടെ മുന്നില് സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, താരകളുമില്ല, പിന്നെയാണോ ഈ ഒരു ചെറിയ ദീപം ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത്രയും ആരതി ഒഴിയുന്നത്. ആ ചൈതന്യത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ആത്മപ്രകാശം. സദാ നമ്മളിലൊക്കെ വിളങ്ങുന്ന ആ ബ്രഹ്മമാണ് ആത്മപ്രകാശം. അതാണ് പരം ജ്യോതി. അതാണ് നമ്മള് ദീപാരാധനയ്ക്കൊക്കെ സമയത്ത് നമ്മൾക്ക് കാണേണ്ടത് ആ പരം ജ്യോതിയാണ് എന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ആദ്യം ജ്യോതിയെ കാണണം, പിന്നെ കണ്ണടച്ചിട്ട് ബ്രഹ്മത്തെ കാണണം എന്നൊക്കെ, പകുതി പാതി കണ്ണടച്ച് തൊഴുകണം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. എന്തായാലും ദേവി പരം ജ്യോതിയാണ്. ഇനി 807 നാമം പരംധാമ. ധാമം ഇരിപ്പിടം, പരം സർവശ്രേഷ്ഠം. അപ്പോ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഇരിപ്പിടം ഉള്ളവളാണ് ദേവി. ആ ഇരിപ്പിടം തന്നെ ദേവിയാണ്. അതുകൊണ്ട് ദേവി പരംധാമം എന്ന് പറയുന്നു. ധാമം എന്ന് പറഞ്ഞാൽ പദം, പരമമായ പദം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ പരമമായ പദം ഏതാണ്? കൈവല്യം, മോക്ഷം എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വസ്തുവാണ് കൈവല്യവും മോക്ഷം ഒക്കെ. അപ്പൊ ധാമം എന്ന് പറഞ്ഞാൽ പദമെന്നോ സർവശ്രേഷ്ഠമായിട്ടുള്ള ഇരിപ്പിടമെന്നോ ഒക്കെ പറയാം. അപ്പൊ ബ്രഹ്മപദമുണ്ട്, വിഷ്ണുപദമുണ്ട്, ശിവപദമുണ്ട്, ഇല്ലേ? ഇതിലൊക്കെ ശ്രേഷ്ഠമാണ് ആ അമ്മയുടെ പദം. അപ്പൊ ആ ഏറ്റവും സർവശ്രേഷ്ഠയാണ് ദേവി. അതുകൊണ്ട് ദേവി പരംധാമ. ദേവിയുടെ ധാമം സകല ധാമങ്ങൾക്കും മുന്നിലാണ്, അല്ലെ? നമ്മളിപ്പോ എന്താണ് പറയുക? ധാമം എന്നാ പറയാ? കൈലാസധാമം എന്ന് പറയും. ചാർ ധാം യാത്ര എന്നാ പറയാ, ധാമം, അല്ലെ? ബദരീനാഥ ധാമത്തിലേക്കാണ് നമ്മളിലെ ചിലരൊക്കെ പോകുന്നത്, അടുത്ത ആഴ്ച പോകുന്നത്, അല്ലെ? അപ്പോ ധാമം, എല്ലാറ്റിനും മുകളിലുള്ള ധാമമാണ് ദേവിയുടെ ധാമം, പരംധാമം. ഇനി 808 പരമാണു. പരമാണു എന്ന് പറഞ്ഞാൽ അണുവിലും അണുവായവൾ. പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം, അതിലും ശ്രേഷ്ഠം. ശ്രേഷ്ഠമാണ് അണുങ്കിൽ അതിലും ശ്രേഷ്ഠമായത്, അതിലും ചെറുത് എന്ന് ഇവിടെ പറയാം. അപ്പോ അണോരണീയാൻ മഹതോ മഹിയാൻ എന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്, ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്. അണോരണീയാൻ, അണുവിലും അണുവായതാരോ, മഹത്തിലും മഹത്തായതാരോ. മഹത്ത് എന്ന് പറഞ്ഞാൽ മഹതി എന്നുള്ള നേരം നാമം വിശദീകരിച്ച് പറഞ്ഞു. നമ്മള് സർവപ്രപഞ്ചങ്ങളും നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ തന്നെ അണുവിലും അണുവായതും എല്ലാം ആയിരിക്കുന്ന ഏതാണ്? ദേവിയാണ്. സർവവ്യാപിയായ ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ പരമാണു എന്ന് പറയുന്നു. ഇനി ഏറ്റവും ലോക സൃഷ്ടിക്കും ലോക സംഹാരത്തിനും ശക്തിയുള്ളവളാണ് ദേവി. ഇപ്പോ ഇതൊക്കെ എഴുതിയ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ പറ്റില്ല. ഇപ്പൊ പരമാണു എന്ന് പറഞ്ഞാൽ ഓ ആറ്റം ബോംബ് എല്ലാം നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, അണുനാശനം. അതാണ് ഇപ്പൊ ഇറാനിലുള്ള പരമാണുവിന്റെ യുറേനിയത്തിന്റെ ആ സ്റ്റോക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ യുദ്ധം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോ പരമാണുവിന്റെ ശക്തി ഇപ്പൊ അറിയാം. ജപ്പാനിലും ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് പൊട്ടിയതുകൊണ്ട് ആ ശക്തിയായി പരമാണുവിൽ ഇരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി പരമാണു.
പരാത് പര 809 നാമം. പരന്മാരിലും പരയായവൾ, ശ്രേഷ്ഠന്മാരിലും ശ്രേഷ്ഠയായവൾ. പരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അവരിലും ശ്രേഷ്ഠയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പരാപര എന്ന് പറയുന്നു. ഇനി അടുത്ത നാമം 810, പാശഹസ്ത. പാശഹസ്ത എന്ന് പറഞ്ഞാൽ പാശം എന്നുള്ള ആയുധം കയ്യിൽ പിടിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവി, ഈ രൂപത്തിലുള്ള ദേവിയെ നമ്മള് 8ാമത്തെ നാമത്തിൽ കണ്ടിട്ടുണ്ട്. രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്വല. ദേവിയുടെ ചതുർഭുജയായിരിക്കുന്ന ദേവിയുടെ പിറകില് പൊങ്ങിയിരിക്കുന്ന ഇടതുവശത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ് പാശം. ആ പാശം എന്താണ്? രാഗസ്വരൂപമാണ്. എല്ലാ ജീവജാലങ്ങളിലും രാഗങ്ങളെ ജനിപ്പിച്ച് ബന്ധിപ്പിക്കുന്നതാണ് ദേവി. ആ ബന്ധനമില്ലെങ്കിൽ പോയില്ല. പക്ഷെ അധികമായി കഴിഞ്ഞാലോ അപകടവുമായി തീരും. അപ്പോ ഇടതുവശത്തേക്ക് പിന്നിലേക്ക് ഉയർന്നിരിക്കുന്ന കയ്യിലാണ് ദേവി പാശം ധരിച്ചിരിക്കുന്നത്. ദേവി ഭജനമില്ലാത്ത മൂഢന്മാരെ ദേവി മായയാകുന്ന രാഗസ്വരൂപമാകുന്ന പാശം കൊണ്ട് സംസാരത്തിൽ ബന്ധിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ. അപ്പൊ ആ ദേവിയുടെ രൂപം നമുക്ക്, ആ ചതുർഭുജയായിട്ടുള്ള ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഇന്നിവിടെ അവസാനിപ്പിക്കാം. പാശഹസ്ത എന്നുള്ള നാമം ധ്യാനിച്ചുകൊണ്ട് ആ ദേവി നമ്മളുടെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും, അടുത്ത നാമം പാശഹന്ത്രിയാണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം, അതെല്ലാത്തിനും മോചിക്കപ്പെടണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത 2 ആഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ തിരുമേനി ബദരിധാമത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ 2 ആഴ്ചക്ക് ശേഷം ഇനി കാണുള്ളൂ. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഒന്ന് ഓടിച്ചു നോക്കുക, എല്ലാ നാമങ്ങളും ഒന്ന് പഠിക്കുക എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സൂചിപ്പിച്ചു നിങ്ങളുടെ ഈ പഠന ക്ലാസ്സിലെ കുറച്ച് ശബ്ദം കുറവാണ്. ശബ്ദം കിട്ടുന്നില്ലേ? കുറച്ച് ഉറക്കെ പറയൂ, കേൾക്കണില്ലേ? വളരെ കുറവ്. നമ്മളുടെ ഈ പഠന ക്ലാസ്സിലെ കുറച്ചുപേര് 9-ാം തീയതി ഗദ്രി തീർത്ഥയാത്ര ചെയ്യുകയാണ്. മാഷ് പറഞ്ഞു അടുത്ത 2 ഞായറാഴ്ചകളിൽ നമ്മളുടെ ഈ ക്ലാസ് അവധിയായിരിക്കും. അതിനോട് ചേർന്ന് നിങ്ങൾ എല്ലാവരോടും ഉള്ള അപേക്ഷ, ഈ ദിവസങ്ങളിൽ എപ്പോഴും നമ്മുടെ ഈ ക്ലാസ്സിലെ എല്ലാ അംഗങ്ങളുടെയും സ്നേഹപൂർണമായ പ്രാർത്ഥന, അനുഗ്രഹം അതെപ്പോഴും കൂടെ ഉണ്ടാകണം. പ്രായമുള്ള അമ്മമാരാണ് കൂടെയുള്ളവര്. അമ്മമാരെ കൊണ്ടുള്ള യാത്ര അത് ഭഗവാന്റെ അനുഗ്രഹത്തോടെ സഫലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത 2 ആഴ്ച, അടുത്ത അതായത് 10-ാം തീയതി പിന്നെ 17-ാം തീയതി നമുക്ക് ക്ലാസ് അവധിയായിരിക്കും. കഴിയും. ഇന്ന് കീർത്തനം പാടാൻ ആരാണ് വെച്ചാൽ അവര് പാടുക. അതിനുശേഷം കുറച്ചുകൂടി സംസാരിക്കാം നമുക്ക്.